ഒരു ദിവസം നീലിമയ്ക്ക് അശ്വിൻ്റെ ശബ്ദത്തിൽ ഒരു വോയിസ് മെസ്സേജ് കൂടി ലഭിച്ചു. താൻ ഒരു ഹോട്ടലിലാണെന്നും അവിടേക്ക് ഉടനെ വന്നാൽ എന്നെ കാണാം എന്ന് അശ്വിൻ പറയുന്നുണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജ് കിട്ടിയ ശേഷം നീലിമയ്ക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയില്ല. അവൾ ഉടനെ തന്നെ ആ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. അവൾക്ക് അശ്വിനെ കാണണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയെല്ലാം പിന്നിൽ സിദ്ധാർത്ഥാണെന്ന് അവൾ ഓർത്തതും ഇല്ല. നീലിമ അവിടെ എത്തുമ്പോൾ ഏകദേശം രാത്രി 10:30 മണി കഴിഞ്ഞിരുന്നു. അത് വലിയ 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഉള്ളിലേക്ക് കയറാൻ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് ഒരു VIP ഹോട്ടൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ തന്നെ ഒരു കാർഡ് ഉണ്ടായിരിക്കും. നീലിമയുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. താൻ ഒരാളെ കാണാൻ വന്നതാണ്. അവൻ ഇവിടെയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം. നീലിമ ഫോൺ എടുത്ത് അശ്വിനെ കൊണ്ട് അവരോട് സംസാരിപ്പിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ അശ്വിനെ കാണാൻ വന്നതാണെന്ന്. അവർ നീലിമയെ അകത്തേക്ക് കടത്തിവിട്ടു. അങ്ങനെ നീലിമ 28ാമത്തെ നിലയിലുള്ള മുറിയിലേക്ക് അശ്വിനെ കാണാൻ പോയി. അങ്ങനെ നടക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിൽ എന്തോ സംശയം തോന്നാൻ തുടങ്ങി. ഇതെല്ലാം വേറെ ആരെങ്കിലും പ്ലാൻ പ്രകാരം നടക്കുന്ന കാര്യം ആയിരിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഉടനെ തന്നെ നീലിമ ഫോൺ എടുത്ത് അശ്വിനെ തിരിച്ചു വിളിച്ചു. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. ശേഷം അവൾക്കൊരു വോയിസ് മെസ്സേജ് വന്നു. "അമ്മ, എന്തിനാ വിളിച്ചേ? വിളിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ." അശ്വിൻ്റെ ശബ്ദത്തിൽ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് കിട്ടിയപ്പോൾ കൂടുതൽ ഒന്നും സംശയിക്കാൻ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. മാത്രമല്ല സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് അവൾ കരുതി. സിദ്ധാർത്ഥ് എന്തിനാണ് അശ്വിനെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത് എന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ സിദ്ധാർത്ഥിനോട് അവൾക്ക് നല്ല ദേഷ്യം തോന്നിത്തുടങ്ങി. കാരണം എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥും അതുതന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ ആർക്കും അധികാരമില്ല. അവൾ നടക്കുമ്പോൾ അതെല്ലാം ചിന്തിച്ചു. സിദ്ധാർത്ഥ് ഒരിക്കലും അശ്വിനെ ഒരു മുറിയിൽ ആക്കിയില്ല. സിദ്ധാർത്ഥിന് അശ്വിൻ്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയാണ്. ഉടനെ അവൾക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു. "അമ്മ, അമ്മായെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഉടനെ എന്നെ വന്ന് കാണുമോ? ഞാൻ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു." ഇതൊന്നും ഭൈരവിനോട് അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ അവൻ്റെ ഓഫീസിലായിരുന്നു. നീലിമ അശ്വിൻ പറഞ്ഞ മുറിയിലേക്ക് നടന്നു. അപ്പോൾ അവൾക്ക് പേടി തോന്നാൻ തുടങ്ങി. കാരണം അതൊരു VIP ഏരിയ ആയിരുന്നു. അവൾ അകത്തേക്ക് കയറി. "അശ്വിൻ, നീ എവിടെയാ മോനെ?" അവിടെ മുറിയിൽ ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ വെളിച്ചം വന്നു. തൻ്റെ പിന്നിൽ അശ്വിനായിരിക്കും നിൽക്കുന്നത് എന്ന് കരുതി നീലിമ നോക്കിയപ്പോൾ മുറിയുടെ വാതിൽ അടച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. "ഹലോ മിസ്സിസ് നീലിമ, സിദ്ധാർത്ഥ്. എവിടെയായിരുന്നു? കണ്ടിട്ട് കുറേ നാളായല്ലോ. നീ എന്താ ഒളിച്ചു കളിക്കുകയായിരുന്നോ? ഏതായാലും കൊള്ളാം, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചല്ലോ. നീ ബുദ്ധിമതി തന്നെ." അപ്പോൾ നീലിമയ്ക്ക് അവനെ കണ്ടപ്പോൾ ഉള്ളിൽ സന്തോഷവും പേടിയും തോന്നി. സിദ്ധാർത്ഥിനെ കാണാൻ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൾ അത് പുറമെ പ്രകടിപ്പിച്ചില്ല. അവൾ സിദ്ധാർത്ഥിനോട് പറയാതെ അത് കൂടുതൽ ബോസ് കളിക്കുകയാണെന്നും. "അതെ, കൂടുതൽ ബോസ് കളിയൊന്നും വേണ്ട. അതെ, ഞാൻ വന്നത് എൻ്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. എൻ്റെ മോനെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമല്ല. നിങ്ങൾ എന്താ അവൻ്റെ ശരിക്കുമുള്ള അച്ഛനാണോ? ഇങ്ങനെയുള്ള അധികാരം കാണിക്കാൻ?" നീലിമ ചോദിച്ചു. അവളുടെ ആ ചോദ്യം അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ അവളെ നോക്കി പറഞ്ഞു. "എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ്. അല്ലെന്ന് നിനക്ക് വാദിക്കാൻ ഒന്നും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മകനായി അംഗീകരിച്ച ഒരേയൊരു കുട്ടിയാണ് അവൻ. അവൻ്റെ കാര്യത്തിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അതുപോട്ടെ, അവൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് അധികാരമുള്ളത്. നീ എൻ്റെ ഭാര്യയാണ്. അത് നീ മറന്നു പോയോ?" സിദ്ധാർത്ഥ് ചോദിച്ചു. അവൾ വളരെ സന്തോഷിച്ചു. പക്ഷേ അവൾ അത് പുറമെ കാണിച്ചില്ല. കാരണം സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർക്കോ അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് അവൻ്റെ മനസ്സിൽ വല്ലാതെ പ്രതീക്ഷ കൊടുക്കരുത് എന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് അവളോട് പ്രണയമോ മറ്റോ വല്ലതും
കുറ്റബോധവും തോന്നില്ല. നിനക്കൊരു കുറ്റബോധവും തോന്നുന്നുണ്ടാവില്ല. കാരണം ഞാനാണ് വിഷമിച്ചത്. എനിക്കാണ് പലതും നഷ്ടപ്പെട്ടത്. ഞാനിവിടെ സ്വസ്ഥതയില്ലാതെ നിനക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ നാട് മൊത്തം അലഞ്ഞു നടക്കുകയായിരുന്നു. ഞാൻ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഇപ്പം ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് എൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നം എന്താണ്? എന്തിനാണ് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അതെനിക്കറിഞ്ഞേ പറ്റൂ. ഒരു തരത്തിലും ഞാൻ ശല്യപ്പെടുത്തില്ല. അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. നീ എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന എൻ്റെ ഭാര്യയാണ് നീ. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം തുറന്നു പറയണമെന്നുണ്ട്. നീ എൻ്റെ ആരാണെന്ന് അറിയാമോടി? സിദ്ധാർത്ഥിൻ്റെ വികാരഭരിതനായി ചോദിച്ചു. നീലിമയോട് കടുത്ത പ്രണയമായിരുന്നു സിദ്ധാർത്ഥിന്. അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം തെളിഞ്ഞിരുന്നു.